ദ ഫാമിലി സ്റ്റാർ തിയേറ്ററുകളിൽ ദുരന്തം ക്രിഞ്ച് ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ ഈ സിനിമയായിരിക്കും. മുർണൽ താക്കൂറൊക്കെയാണ് സിനിമയിൽ നായികയായിട്ട് വന്നിരിക്കുന്നത്. ആമസോണിൽ നമുക്ക് നാളെ സിനിമേൻ്റെ OTT പ്രതീക്ഷിക്കാം. നമുക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ 2 ഭാഷകളായിട്ടായിരിക്കും OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. തമിഴും തെലുങ്കു ഭാഷയിലായിട്ടായിരിക്കും ദ ഫാമിലി സ്റ്റാർ OTT റിലീസ് ചെയ്യുന്നത്. ഇപ്പോഴും അദ്ദേഹം ക്രിഞ്ച് ലൈഫിലാണ് നിൽക്കുന്നത്. ഈ ക്രിഞ്ച് എന്നൊക്കെ എപ്പോഴാണ് അദ്ദേഹം ഒന്ന് പുറത്തേക്ക് വരാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാനും ചെയ്യേണ്ടി വരും. വിജയ് ദേവരകൊണ്ടയുടെ ക്രിഞ്ച് ഐറ്റം നാളെ OTT റിലീസിന് വരുന്നതായിരിക്കും. ആമസോണിൽ മറക്കണ്ട. കൂലി സിനിമയുടെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 2 അപ്ഡേറ്റ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്ന് ഇന്നലെ വന്ന ഡിസ്കോ എന്ന് പറഞ്ഞ ഒരു ട്രാക്ക്, അതുപോലെ തന്നെ സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് ടീസർ അപ്ഡേറ്റ്. എന്തായാലും ഇനിയും അപ്ഡേറ്റ്സുകൾ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. സിനിമേൻ്റെ IMAX ഷൂട്ട് ആകുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. സിനിമ IMAXിൽ 70% ഷൂട്ടിംഗ് നടക്കുമെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത് സിനിമയിൽ നെഗറ്റീവ് വേഷത്തിൽ വരുമെന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ വന്ന ഡിസ്കോ ട്രാക്കിനെ കുറിച്ച് എനിക്ക് 2 വരി പറയാനുണ്ട്. എന്താണിത് കാണിച്ചിരിക്കുന്നത്? നമ്മുടെ തലപതി അണ്ണൻ്റെ ബീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ ട്രാക്ക് ഉണ്ട്. അതുപോലെ നമ്മുടെ വിക്രം സിനിമയിൽ ട്രാക്ക് ഉണ്ട്. എല്ലാ ട്രാക്കും കൂടിയിട്ട് ഉപ്പേരി പരുവത്തിലാക്കിയിട്ട് ഒരു സാധനമാണ് ഡിസ്കോ എന്ന് പറഞ്ഞ സാധനം. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് കാണിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല പൊട്ടൻഷ്യലുള്ള നല്ല കിടിലൻ ട്രാക്സ് ഉണ്ടാക്കാനായിട്ട് ട്രാക്സിൻ്റെ കുറവാണോ എന്താ കാണിച്ചിട്ടിരിക്കുന്ന സിനിമേൻ്റെ ഈ ഒരു ഡിസ്കോ എന്ന് പറഞ്ഞ ട്രാക്കിൽ വൻ ദുരന്തം. സർദാർ സിനിമ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓർമ്മിച്ച പോലത്തെ അതേ അപ്ഡേറ്റ് തന്നെയാണ്, പക്ഷേ ചെറിയൊരു തിരുത്തുണ്ടെന്നേ ഉള്ളൂ. സിനിമേൻ്റെ പൂജയാണ് നമുക്ക് മെയ് മാസം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സിനിമ ഷൂട്ട് ജൂൺ മാസമായിരിക്കും. പ്രീ പ്രൊഡക്ഷൻ വർക്കാണ് ഇപ്പോൾ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ സ്റ്റോറി അന്ന് പറഞ്ഞ പോലെ തന്നെ ഡ്രഗ് ട്രാഫിക്കിനെ കുറിച്ച് തന്നെയാണ്. ഒരു അവയർനെസ് ആണ് നമ്മുടെ സൊസൈറ്റിക്ക് ഈ സിനിമയിൽ തരാൻ പോകുന്നത്. കഴിഞ്ഞ സിനിമയിൽ വാട്ടറിനെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ ഡ്രഗിനെ കുറിച്ച്. എന്തായാലും 2025 തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ശിവകാർത്തികേയൻ്റെ 23ാമത് സിനിമേൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ശിവകാർത്തികേയൻ്റെ 23ാം സിനിമയിൽ നമ്മുടെ ബിജു മേനോൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഒരു ബസ്സാണ്, പക്ഷേ ജോയിൻ ചെയ്തു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. സിനിമ ഷൂട്ടിംഗ് ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ അദ്ദേഹം ഒരു നെഗറ്റീവ് റോളിൽ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഒരു വില്ലൻ വേഷം എന്നൊക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം നമുക്ക് ബിജു മേനോൻ ചേട്ടൻ്റെ. എന്തായാലും AR മുരുകദോസിൻ്റെ സിനിമയാണ്, ഒരു കിടിലൻ സിനിമ തന്നെയായിരിക്കും. വിജയ് സേതുപതിൻ്റെ സിനിമയാണ് മഹാരാജ എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് റീസെൻ്റ്ലി ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സിനിമേൻ്റെ സാറ്റലൈറ്റ് പാർട്ട്ണർ വിജയ് ആണ് മേടിച്ചിരിക്കുന്നത്, വിജയ് TV. അതുപോലെ തന്നെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമ ഈ ഒരു വർഷമാണ് തിയേറ്റർ റിലീസിന് വരുന്നത്. സിനിമേൻ്റെ നമ്മുടെ വിജയ് സേതുപതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ത്രില്ലർ വിഭാഗത്തിൽ പെടാനിരിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണെന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത ലാലേട്ടൻ്റെ L360 എന്ന് പറഞ്ഞ സിനിമയിൽ തരുൺമൂർത്തിൻ്റെ കോംബോയാണ്. ഈ സിനിമ നമ്മുടെ ശോഭന ചേച്ചി ലാലേട്ടൻ ഒന്നിക്കുന്ന ഒരു എവർഗ്രീൻ കോംബോയും കൂടി തന്നെയാണ്. സിനിമയിൽ നമ്മുടെ ലാലേട്ടനെയും ശോഭന ചേച്ചിനെയും മോളായിട്ട് ഇൻസ്റ്റാഗ്രാം വീഡിയോ ക്രിയേറ്ററായ അമൃത വർഷിനിയാണ് വരാൻ പോകുന്നത്. ആ കൊച്ചിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. എന്തായാലും അദ്ദേഹം മോളായിട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന് കാത്തിരിക്കാൻ ചെയ്യാം നമുക്ക് L360 എന്ന സിനിമയിൽ. അതുപോലെ തന്നെ സൗണ്ടൊക്കെ ചെയ്യാൻ പോകുന്നത് BGM സൗണ്ട് ട്രാക്സ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജെയ്ക്സ് വിജയ് ചേട്ടനും കൂടി ആയിരിക്കും. പവി കെയർ ടേക്കർ നാളെ ഏപ്രിൽ 26 ദിലീപേട്ടൻ്റെ ഭാഗത്ത് നിന്ന് വരണിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് സിനിമയാവും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ട്രെയിലർ കണ്ടിട്ട് ചിരിക്കാൻ നല്ല വക കാണുന്നുണ്ട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ റീസെൻ്റ്ലി വന്ന ഇൻ്റർവ്യൂവിൽ വലിയൊരു സ്പീച്ച് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട കുറച്ച് കാലത്തിലായിരുന്നു, കുറച്ച് നാളായിട്ടല്ല കുറച്ച് വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തത്. പ്രേക്ഷകരെ ചിരിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ ശ്രമം നടത്തിയിട്ടുണ്ട് ഈ സിനിമയിൽ. നിങ്ങളെല്ലാവരും വിജയിപ്പിക്കുക എന്നൊക്കെ അദ്ദേഹം അപേക്ഷിച്ചിട്ടുണ്ട് സിനിമയിൽ. എന്തായാലും സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സിനിമ വേൾഡ് വൈഡായിട്ടും തിയേറ്റർ റിലീസിനൊക്കെ സ്ക്രീൻ കൗണ്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ തിയേറ്റർ റിലീസിന് നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും സിനിമ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ റണ്ണിങ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ സിനിമ വാനിഷ് ഔട്ട് ആവാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. കാരണം മെയ് മാസം നമുക്കറിയാലോ വൻ സിനിമകളാണ് വരാൻ പോകുന്നത്. ബേബി ജോൺ എന്ന നമ്മുടെ അറ്റ്ലീൻ്റെ തെറി സിനിമയുടെ റീമേക്കിന് പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് സിനിമയുടെ പോസ്റ്റർ. പിന്നെ നമ്മുടെ പുഷ്പ സിനിമ സെക്കൻഡ് പാർട്ട് ദ റൂള് സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ സിംഗിൾ പുറത്തിറങ്ങുന്നതാണ്. ഇന്നലെയായിരുന്നു സിനിമയുടെ പ്രൊമോ വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 4:05 പ്രൊമോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ജപം ചൊല്ലുന്ന പോലെ പുഷ്പ പുഷ്പ 100 തവണ പറയുന്ന ഒരു സോങ്ങാണ്. എന്തായാലും DSP അണ്ണൻ്റെ അടുത്തൊരു സീന് സാധനമാവും നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ദുരന്തമാവും അത്. നടികർ തിലകർ നമ്മുടെ ടൊവിനോ തോമസിന് വരാനിരിക്കുന്ന സിനിമയാണ് ഈ വരുന്ന മെയ് മാസം 3 മൈത്രി മൂവി മേക്കേഴ്സിൻ്റെ ബാനറിലാണ് സിനിമ വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ട്രെയിലറാണ്, അല്ലെങ്കിൽ ടീസർ പോലത്തെ ഒരു സാധനമാണ് പുറത്തിറങ്ങിയത്. ട്രാക്സ് ആണെങ്കിലും BGM സൗണ്ട്സ് ആണെങ്കിലും കിടിലൻ തന്നെയായിരുന്നു. എന്തായാലും ഈ സിനിമയിൽ നമ്മുടെ
ഭാവന ചേച്ചിയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊവിനോ തോമസിനെ കാണാൻ സാധിക്കുന്നുണ്ട്, സൗബിൻ ഷെയറിനെ കാണാൻ സാധിക്കുന്നുണ്ട്. കിഡ്ലൻ സിനിമ തന്നെയായിരിക്കും. സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഒരു ആക്ടറിൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ചലഞ്ചേഴ്സ്, ഒരു ആക്ടറായി നിൽക്കുമ്പോഴുള്ള കുറച്ച് ചലഞ്ചേഴ്സ്, പിന്നെ കുറച്ച് പാസ്റ്റ്, അതൊക്കെയാണ് മെയിൻലി ആ ട്രെയിലറിൽ കാണിച്ചു പോകുന്നത്. എന്തായാലും ഈ 3-ാം തീയതി നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും ആ സിനിമയിലെന്ന്. ജയ് ഗണേഷ് UK റിലീസ്. സ്ക്രീൻ കൗണ്ട് ഇന്നാണ് സിനിമ UK റിലീസ് ചെയ്യുന്നത്. കേരളത്തിൽ ഓൾമോസ്റ്റ് സിനിമ ഔട്ടായ ഒരു കർത്തയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് സിനിമയ്ക്ക് നല്ല ദുരന്തം റെസ്പോൺസാണ് പ്രേക്ഷകരും പിന്നെ കുറേ ഡീഗ്രേഡിങ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഓവർസീസിലായിരിക്കും കൂടുതൽ മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കളക്ഷൻ വൈസായിട്ട്. നമ്മുടെ ലാലേട്ടൻ്റെ ബറോ സിനിമേൻ്റെ റിലീസിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു BTS പുറത്തിറങ്ങിയത്. നല്ല BTS തന്നെയായിരുന്നു. ഓഗസ്റ്റ് മാസമാണ് ഈ ഒരു വർഷം ഒരു റിലീസൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിടാമുയർച്ചി സിനിമേൻ്റെ ഭാഗത്ത് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. കറൻ്റ്ലി ദുബായിൽ ഈ മഴേൻ്റെ സാഹചര്യം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഷൂട്ടിംഗ് ഒക്കെ ആകെ ബ്ലോക്കായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിനിമേൻ്റെ ഷൂട്ട് കുറച്ചും കൂടിയും വഴുകുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അത് നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ മാർക്ക് ആൻ്റണി കോംബോ സിനിമയെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കുകയാണ് ചെയ്യും. മെയ് ഫസ്റ്റ് വീക്ക് സിനിമേൻ്റെ ഭാഗത്ത് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. ഒരു ടീസർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സിംഗിൾ എന്തായാലും നമുക്ക് കാത്തിരിക്കുകയാണ് ചെയ്യാം. നമുക്ക് GV പ്രകാശ് തങ്കലൻ സിനിമയിൽ കിടിലൻ ട്രാക്സ് ആണ് ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അത്രയും കിടിലനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു യുണീക്കായ സ്പെഷ്യലായ ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്തായാലും നമ്മുടെ ചിയാൻ വിക്രം തങ്കലൻ സിനിമേൻ്റെ ആ ട്രാക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം എത്രത്തോളം ഡെഡിക്കേഷൻ സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്ന്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ചിയാൻ വിക്രം സിനിമേൻ്റെയാണ്. വീരധീര സൂര. നമ്മുടെ സിദ്ദിഖ് അതുപോലെ തന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട് 2 മോളിവുഡ് ആക്ടേഴ്സ് ജോയിൻ ചെയ്ത ഒരു തമിഴ് സിനിമയാണ്. സിനിമേൻ്റെ ഷൂട്ട് ഇപ്പോൾ നമ്മുടെ മധുരയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഒരു നോൺ സ്റ്റോപ്പ് ഷെഡ്യൂളാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിനിമ 2025 ഒരു ആദ്യ വാരമൊക്കെ ആകുമ്പോൾ തിയേറ്റർ റിലീസിന് വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ സിനിമേൻ്റെ റിലീസായിട്ട് കാത്തിരിക്കാം അടുത്ത വർഷം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ വില്ലനായിട്ട് നമ്മുടെ ബാഹുബലി 2 എന്ന സിനിമയിലെ വില്ലനായിരിക്കും വരാൻ പോകുന്നത് റാണ ദഗുപതി. സിനിമേൻ്റെ ഷൂട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സുന്ദർ സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. ഒരു ഇൻട്രോ സോങ് ഉണ്ട് നമ്മുടെ ദിനേശ് മാസ്റ്ററിൻ്റെ വകയായിട്ടൊരു കൊറിയോഗ്രാഫർ. എന്തായാലും സിനിമേൻ്റെ ആ ഒരു സോങ് കിടിലനാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യും. എന്തായാലും സിനിമ റിലീസ് ചെയ്യുന്നത് ഒക്ടോബർ മാസമാണ്. എന്തായാലും കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.